Hi guys, welcome back to my YouTube channel Medical Study with me Anu. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രൂസെല്ലോസിസ് അഥവാ മാൾട്ട ഫീവർ, അണ്ടുലൻ ഫീവർ, മെഡിറ്ററേനിയൻ ഫീവർ ആണ്. ഈ പേരിലേക്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതൊരു ഷോർട്ട് ആൻസർ ടോപ്പിക്കാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബ്രൂസെല്ലോസിസ് ഓർ ക്വസ്റ്റ്യനിൽ ബ്രൂസെല്ലോസിസ് എന്ന് ചോദിക്കണമെന്നില്ല, അണ്ടുലൻറ്റ് ഫീവർ ഓർ മാൾട്ട ഫീവർ ഓർ മെഡിറ്ററേനിയൻ ഫീവർ എന്ന് ചോദിക്കാം. ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ഫോർമാ ക്വസ്റ്റ്യൻ. ഇനി what is Brucella? Brucella is an obligate aerobic fastidious gram-negative coccobacilli. ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. ആൻഡ് ദീസ് ബാസിലി ആർ കോക്കോബാസിലി ആർ ഹൈലി കണ്ടാജിയസ് ഫെബ്രൈൽ ഇൽനെസ് ഉണ്ടാക്കും. ഹൈലി കണ്ടാജിയസ് ഫെബ്രൈൽ ഇൽനെസ്. ആൻഡ് ദിസ് ഹൈലി കണ്ടാജിയസ് ഫെബ്രൈൽ ഇൽനെസ് ഈസ് നോൺ ആസ് ബ്രൂസെല്ലോസിസ്. Now undulant fever. Undulant fever is a primarily a zoonotic disease ആണ്. Then they are associated with occupational or domestic exposure to infected animals. Now classification. They are classified into normal species. This Brucella ആണ്. Brucella melitensis, Brucella abortus, Brucella swiss and Brucella canis. Brucella melitensis എന്ന് പറയുമ്പോൾ ഷീപ്പ്, ഗോട്ട്, ക്യാമൽ, മാനിൽ നിന്നൊക്കെ ആയിരിക്കും സ്പ്രെഡ് ആവുന്നത്. ദെൻ ബ്രൂസെല്ല അബോട്ടസ് എന്ന് പറയുമ്പോൾ ക്യാറ്റിലാണ് സോഴ്സ്. ആൻഡ് ബ്രൂസെല്ല സ്വിസ് എന്ന് പറയുമ്പോൾ പിഗ്സ് ആണ് സോഴ്സ്. ആൻഡ് ബ്രൂസെല്ല കാനിസ് എന്ന് പറയുമ്പോൾ ഡോഗ് ആണ് സോഴ്സ്. ഇവിടെ എഴുതിക്കുന്ന എം എ എന്തൊക്കെയാണെന്നുള്ളത് ഇനി പറയുന്നുണ്ട്. നെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്. ആൻറ്റിജനിക് സ്ട്രക്ചേഴ്സ് ആണ്. മേജർ ടൈപ്പ് ഓഫ് ലിപ്പോപോളിസാക്കറൈഡ് ആൻറ്റിജൻ എം ആൻഡ് എ ആണ് ഇവരിൽ കാണുന്നത്. ബ്രൂസെല്ല മെലിറ്റനിസിലാണെങ്കിൽ എം കാണും, ബ്രൂസെല്ല അബോട്ടസിലാണെങ്കിൽ എ കാണും, സ്വിസ്സിലാണെങ്കിൽ എമ്മും ഇയും കാണും. പിന്നെ ബ്രൂസെല്ല ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കാനുള്ളൊരു ഈസി ടിപ്പാണ് മാസ്ക് എന്ന് ഓർക്കുക. മാസ്കിനകത്ത് MAS കെയ്ക്ക് പകരം C എന്ന് ഓർക്കുക. ഓക്കെ, മാസ്ക്. അപ്പോൾ എം ഫോർ മെലിറ്റനിസിസ്, ബ്രൂസെല്ല മെലിറ്റനിസിസ്. എ ഫോർ ബ്രൂസെല്ല അബോർട്ടസ്, എസ് ഫോർ ബ്രൂസെല്ല സ്വിസ് ആൻഡ് കെ എന്നല്ല C വെക്കണം. ദെൻ ദാറ്റ് ഇസ് ബ്രൂസെല്ല കേനിസ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി പാത്തോജെനിസിസിൽ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഇസ് എ സൂനോട്ടിക് ഡിസീസ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഒന്ന് ഫുഡ് ബോൺ ആണ്. ഫുഡ് ബോൺ എന്ന് പറയുമ്പോൾ ഫ്രം അൺപാസ്ചറൈസ്ഡ് ഓർ റോ ഡയറി മിൽക്കിൽ നിന്ന്. ദെൻ ഡയറക്റ്റ് കോൺടാക്ട് വഴിയാണെങ്കിൽ മ്യൂക്കോസ് ഓർ അബ്രേറ്റഡ് സ്കിന്നിലൂടെ ഇൻഫെക്ഷൻ എന്ത് ചെയ്യും? ആനിമൽ ടിഷ്യൂ, ബ്ലഡ്, യൂറിൻ, പ്ലാസൻ്റ, വെജിനൽ ഡിസ്ചാർജ് ഓഫ് ആനിമൽസിൻ്റെ ഏതെങ്കിലും ടിഷ്യൂസിൽ നിന്ന് ഈ ബബറേറ്റിലൂടെ മ്യൂക്കോസയിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാം. ഇറ്റ്സ് എ ത്രൂ ഡയറക്റ്റ് കോൺടാക്ട്. പിന്നെ എയർബോൺ എന്ന് പറയുമ്പം ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് ഓർ എയറോസോൾ ഫ്രം ദി ഇൻഫെക്റ്റഡ് കൗ ഷെഡ്. ദെൻ പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ഉണ്ട്. ദി ബ്രസ്റ്റ് മിൽക്ക് ഓർ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ദി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി. ആൻഡ് ഈ ഇൻഫെക്ഷൻ്റെ സ്പ്രെഡ് വരുന്നത് ത്രൂ ബ്ലഡ് സ്ട്രീമാണ്. ത്രൂ ബ്ലഡ് സ്ട്രീം സ്പ്രെഡ് ആകുമ്പോൾ ബാക്ടീരിയ ബ്ലഡ് സ്ട്രീമിലൂടെ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ കൂടുതൽ ബ്ലഡിൽ വരും. ദാറ്റ് ഇസ് ബാക്ടീരീമിയ. ആൻഡ് ഇത് എൻറ്റേഴ്സ് ടു വേരിയസ് ഓർഗൻസ്. ദെൻ ഓർഗൻ ഏതൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നത്? പ്രൈമറി ഇൻഫെക്ഷൻ ആണെങ്കിൽ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റമാണ് ഇൻവോൾവ് ആവുന്നത്. ദെൻ അതർ ഓർഗൻസ് എന്ന് പറയുമ്പോൾ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം, ജനറ്റിക് യൂറിനറി സിസ്റ്റം ആൻഡ് പ്ലാസെൻഡ. ലോക്കൽ ടിഷ്യൂ റെസ്പോൺസ് പറയുമ്പോൾ ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദി ക്രോണിക് ഇൻഫ്ലമേഷൻ. ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ ആദ്യം വന്നത്, ദെൻ അത് റീപ്ലേസ് ചെയ്തിട്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ ആവും. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ഗ്രാനുലോമ ഫോർമേഷൻ. അതാണ് ലോക്കൽ ടിഷ്യൂ റെസ്പോൺസ് വരുന്നത്. ദെൻ ഇൻട്രാസെല്ലുലാർ സർവൈവൽ എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റേറ്റീവ് ഇൻട്രാസെല്ലുലാർ പാത്തോജൻ ഇൻഫെക്ട് മാക്രോഫേജ് ആൻഡ് മോണോസൈറ്റ്. ദെൻ ലൈപ്പോപോളിസാക്കറൈഡാണ് മെയിൻ വിർലൻറ്റ് ഫാക്ടർ വരുന്നത്. ഈ ഇൻട്രാസെല്ലുലാർ സർവൈവലിനുള്ള മെയിൻ വിർലൻറ്റ് ഫാക്ടർ ലൈപ്പോപോളിസാക്കറൈഡ്. അവരുടെ ലൈപ്പോപോളിസാക്കറൈഡ് ഉള്ളത് കൊണ്ടാണ് ദേ ക്യാൻ സർവൈവ് ഇൻ അവർ ബോഡി. ദാറ്റ് ഇസ് ഫാക്കൽറ്റേറ്റീവ് ആണ് അവർ. ദെൻ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് മെയിൻലി മീഡിയേറ്റ് ചെയ്യുന്നത് സെല്ലുലാർ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വഴിയാണ്. Cell-mediated immunity. It is the key to control the infection. Then T helper 1 cell interferon gamma produce ചെയ്യുന്നുണ്ട്. ദിസ് interferon gamma produce ചെയ്ത interferon gamma എന്ത് ചെയ്യും? മാക്രോഫേജിനെ ആക്ടിവേറ്റ് ചെയ്യും. മാക്രോഫേജ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കില്ലിംഗ് ഓഫ് ദി മൈക്രോ ഓർഗാനിസം നടക്കും. ദെൻ ദിസ് ആൻറ്റിബോഡി, നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ഡസ് നോട്ട് പ്ലേ എ മേജർ റോൾ. ഒരു മൈനർ റോൾ മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ. നൗ ഇപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ ഫസ്റ്റ് വരുന്ന ക്ലാസിക്കൽ ട്രയാഡ്സ്. ക്ലാസിക്കൽ ട്രയാഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് സ്വെറ്റ്സ്, ആർത്രാൾജി ഓർ ആർത്രൈറ്റിസ്, ദെൻ ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി. ഇതാണ് ക്ലാസിക്കൽ ട്രയാഡ് വരുന്നത്. ദെൻ ക്ലാസിക്കൽ സൈൻ ഏതാണ്? ക്ലാസിക്കൽ സൈൻ ഫോർ ബ്രൂസെല്ലോസിസ്, ഫോൾ സ്മെല്ലിംഗ്,
പെർസ്പിരേഷൻ, ഫൗൾ സ്മെല്ലിംഗ് പെർസ്പിരേഷൻ ആണ്. ദെൻ ടൈഫോയിഡ് ലൈക്ക് ഇൽനെസ് കാണാം. ഈ ടൈഫോയിഡ് ലൈക്ക് ഇൽനെസ് ആണെങ്കിൽ ഒരു എക്സെപ്ഷൻ വന്നിട്ട് അൺഡുലേറ്റിംഗ് പാറ്റേൺ ഓഫ് ഫീവർ സിംറ്റം ആയിരിക്കും. ടൈഫോയിഡിൽ നിന്നിട്ടും എങ്ങനെ ബ്രൂസലോസിസ് ഡിഫറൻഷിയേറ്റ് ആവുന്നത് ബിക്കോസ് ഓഫ് ദർ അൺഡുലേറ്റിംഗ് പാറ്റേൺ ഓഫ് ഫീവർ. ഇതുകൊണ്ടാണ് ഇതിനെ അൺഡുലേറ്റഡ് ഫീവർ എന്ന് വിളിക്കുന്നത്, അൺഡുലൻറ്റ് ഫീവർ എന്ന് വിളിക്കുന്നത്. ദെൻ അൺഡുലൻറ്റ് ഫീവർ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ ബിറ്റ്വീൻ 2 ഫെബ്രൈൽ പീരീഡ് എ ഫെബ്രൈൽ പീരീഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് അൺഡുലൻറ്റ് ഫീവർ എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ മാൾട്ട ഫീവർ ഓർ മെഡിറ്റേറിയൻ ഫീവർ ഉണ്ടാവും. മാൾട്ട ഫീവർ ഓർ മെഡിറ്റേറിയൻ ഫീവർ ഓർ അൺഡുലൻറ്റ് ഫീവർ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. ദെൻ മസ്കുലർ സ്കെലിറ്റൽ സിംറ്റംസ് ഉണ്ടാക്കുന്നത് അതാണ് വെർട്ടിബ്രൽ ഓസ്റ്റിയോമൈലൈറ്റിസ്. വെർട്ടിബ്രൽ ഓസ്റ്റിയോമൈലൈറ്റിസ് ഇൻവോൾവ് ലംബർ ആൻഡ് ദി ലോ തൊറാക്സിക് വെർട്ടിബ്രേ കോമൺലി. ദെൻ സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എഫക്ട് ചെയ്യുന്ന ജോയിൻസിനെയാണ്. ഏതൊക്കെ ജോയിൻസാണ്? നീ, ഹിപ്പ്, sacroiliac and shoulder joint. Then other non-specific symptoms are abdominal pain, headache, diarrhea, rash, weakness, fatigue, weight loss, vomiting, cough, pharyngitis and refusal to eat in children. Refusal to eat in children is common. Now CNS എന്ത് പറ്റും? depression or lethargy with meningitis or lymphatic meningoencephalitis. So depression or lethargy ആണ്. lethargy എന്ന് പറയുമ്പോൾ ക്ഷീണം with meningitis or lymphatic meningoencephalitis. Then CVS റയറായിട്ടായിരിക്കും റയറായിട്ട് വരുന്നത് എൻഡോകാർഡൈറ്റിസ് ആണ് വരുന്നത്. നൗ ജെനേറ്റോ യൂറിനറി മാനിഫെസ്റ്റേഷൻ. ജെനേറ്റോ യൂറിനറി മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോൾ അക്യൂട്ട് എപ്പിഡിഡൈമോ ഓർക്കൈറ്റിസ് വരുന്നത്. അക്യൂട്ട് എപ്പിഡിഡൈമോ ഓർക്കൈറ്റിസ്, പ്രോസ്റ്ററ്റൈറ്റിസ്, salpingitis and pyelonephritis. These are the manifestations, genitourinary manifestation. Now നമ്മൾ പറയാൻ പോകുന്ന ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. അതിന് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസ് ഏതൊക്കെയാണ്? ബ്ലഡ്, ബോൺ മാരോ, CSF, ജോയിൻറ്റ് ഫ്ലൂയിഡ് ഓർ അതർ ടിഷ്യൂ. ജോയിൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. ബ്ലഡ് കൾച്ചർ. ബ്ലഡ് കൾച്ചർ 2 മെത്തേഡ്സ് വഴിയാണ്. കാസ്റ്റ്നട്ട് ബൈഫേസിക് മെത്തേഡ് or BHA ബ്രോത്ത് ഓർ അഗർ യൂസ് ചെയ്തിട്ട്, ദെൻ ഓട്ടോമേറ്റഡ് ബാക്ടി ഓർ അലേർട്ട് ALERT വെച്ചിട്ട്. ദെൻ ബ്ലഡ് അഗർ എന്ന് പറയുമ്പോൾ ബ്ലഡ് അഗർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ദേ വിൽ ബി ഈ കൊക്കോ ബാസിൽ എങ്ങനെ കാണുന്നത്? സ്മോൾ സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് നോൺ ഹീമോലൈറ്റിക് കോളനീസ്. സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് നോൺ ഹീമോലൈറ്റിക് കോളനീസ് ആണ്. ആൻഡ് കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി നോക്കുമ്പം ദേ ആർ ഗ്രാം നെഗറ്റീവ് സ്മോൾ കൊക്കോ ബാസിലെ നോൺ മോട്ടൽ ബൈ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ഈ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ഇതിന് മുമ്പ് നമ്മൾ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, അത് കൊളറയിലാണ്. കൊളറയിലും ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് വഴി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദേ ആർ നോൺ മോട്ടൈലാണ്. ഇവിടെ ബ്രൂസലോസിസിൽ നോൺ മോട്ടൈലായിട്ട് ഉള്ളത് കൊണ്ട് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് മാൾട്ടി ടോപ്പ് ആൻഡ് വിറ്റെക് ആൻഡ് കാറ്റലൈസ് ആൻഡ് ഓക്സിഡൈസ് പോസിറ്റീവ്. കൊളറയിൽ നമ്മൾ പറഞ്ഞിരുന്നു കാറ്റലൈസ് ആൻഡ് ഓക്സിഡൈസ് പോസിറ്റീവ് ആണെന്ന്. ബിക്കോസ് കൊളറയിൽ സിയും ഓയും, കൊളറ എന്നുള്ള വാക്കിൽ തന്നെ സിയും ഓയും ഉണ്ട്. അതുപോലെ തന്നെ ബ്രൂസെല്ലോസിസ് എന്നൊരു വാക്കിൽ തന്നെ സിയും ഓയും ലെറ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ദേ ആർ catalase and oxidase positive. Serological test SAT ആണ് വരുന്നത്. serological test. They are standard agglutination test to detect IgM antibodies. അതുപോലെ 2ME ടെസ്റ്റ് ഉണ്ട്. 2ME ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും they are 2ME ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2ME ടെസ്റ്റ് അല്ല, 2ME SAT ടെസ്റ്റ് ആണ്. 2ME സാറ്റിൻ്റെ തന്നെയാണ്. 2 മെർക്യാപ്റ്റോ എത്തനോൾ സാറ്റ് ടെസ്റ്റ്. 2 മെർക്യാപ്റ്റോ എത്തനോൾ സാറ്റ് ടെസ്റ്റ് എന്നാണ് 2ME ടെസ്റ്റ് എന്നാണ് ഇത് ചുരുക്കി എഴുതുന്നത്. ദെൻ എലൈസ. 2ME ടെസ്റ്റും എലൈസയും യൂസ് ചെയ്യുന്നത് IgG ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് SAT is positive and 2ME SAT is negative, അത് acute brucellosis ആയിരിക്കും. If SAT is positive and 2ME SAT is also positive, അത് chronic ആയിരിക്കും. chronic brucellosiനെയാണ് കാണിക്കുന്നത്. Now molecular method ഒരെണ്ണമല്ല PCR ആണ് നമ്മൾ പഠിക്കുന്നത്. PCRനകത്ത് RRL ജീനാണ് കണ്ടുപിടിക്കുന്നത്. RRL brucellosis. അതിൻ്റെ RRS and RRL ജീനാണ് PCR വഴി കണ്ടുപിടിക്കുന്നത്. ദെൻ OMP2 ജീൻ ആൻഡ് പ്രോട്ടീൻ BSCP31 ആൻഡ് IS711 ഇൻസേർഷൻ സീക്വൻസൊക്കെ ഉണ്ട്. ദെൻ അതർ എലൈസ ആൻഡ് ഡിപ്സ്റ്റിക് ആസിഡ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാക്സിൻ ഉണ്ട്. വാക്സിൻ എന്ന് പറയുന്നത് ആനിമൽസിൽ എടുക്കുന്ന വാക്സിനുണ്ട്, ഹ്യൂമനിലുള്ള പ്രിവെൻഷനുണ്ട്, ആനിമലിലും പ്രിവെൻഷനുണ്ട് വാക്സിൻ വഴി തന്നെ. ഹ്യൂമനിലുള്ള പ്രിവെൻഷൻ എന്ന് പറയുന്നത് B abortus 19 BA വാക്സിൻ അവൈലബിൾ ആണ്. ആൻഡ്
യൂസ് ഓഫ് പാസ്ചറൈസ്ഡ് മിൽക്കാണ് പ്രിവെൻഷനിൽ വരുന്നത് ഇൻ ഹ്യൂമൻസ്. ഇൻ ആനിമൽസിലാണെങ്കിൽ ബി അബോർട്ടസ് 19 സ്ട്രെയിൻ ആൻഡ് ബി മെലിറ്റനിസിസ് REV1 സ്ട്രെയിൻ വാക്സിനായിട്ട് അവൈലബിൾ ആണ്. ദെൻ ട്രീറ്റ്മെൻറ്റ് യൂസിങ് ജെൻറ്റാമൈസിൻ പ്ലസ് ഡോക്സിസൈക്ലിൻ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്ട്രെപ്റ്റോമൈസിൻ പ്ലസ് ജെൻറ്റാമൈസിനാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ദേ ആർ ഹൈലി കണ്ടാജിയസ് ഫെബ്രൈൽ ഇൽനെസ് ആണ് ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബ്രൂസെല്ല സ്പീഷീസ് ആർ ഒബ്ലിഗേറ്റഡ് എറോബിക് ഫസ്റ്റീഡിയസ് ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലെ they are causing zoonotic disease. Then they are classified into the nomen species. ഇത് ഓർത്ത് വെക്കാൻ മാസ്ക് എന്ന് ഓർക്കുക MASC. That is B. militensis, B. abortus, B. swiss, B. canis. Then they have antigenic structure. Major type of lipopolysaccharide antigen എന്ന് പറയുന്നത് M and A ആണ്. മെലിറ്റനിസിസ് M എന്ന് പറയുമ്പോൾ M for M. Then abortusൽ A for A antigen. സ്വിസ് ആണെങ്കിൽ ബോത്ത് M and A ഉണ്ട്. Then pathogenesis നമ്മൾ പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് സൂണോട്ടിക് ഡിസീസ്, ദാറ്റ് ഈസ് ഫുഡ് ബോൺ ട്രാൻസ്മിഷൻ ഉണ്ട് ബൈ അൺപാസ്ചറൈസ്ഡ് റോ ഡയറി മിൽക്ക് യൂസ് ചെയ്യുന്നത് വഴി. ദെൻ ഡയറക്റ്റ് കോണ്ടാക്ട് ആണെങ്കിൽ മ്യൂക്കോസ് ഓർ അബ്രേറ്റഡ് സ്കിൻ, നമ്മുടെ മ്യൂക്കോസ് ഓർ അബ്രേറ്റഡ് സ്കിന്ന് കാരണം ഇൻഫെക്റ്റഡ് ആനിമൽസിൻ്റെ ടിഷ്യൂ, ബ്ലഡ്, യൂറിൻ, പ്ലാസൻ്റ ഓർ വെജിനൽ ഡിസ്ചാർജ് വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തും ത്രൂ മ്യൂക്കോസ് ഓർ അബ്രേറ്റഡ് സ്കിൻ. ദെൻ എയർബോൺ ഉണ്ട് ബൈ ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് ഓർ എയറോസോൾ ഫ്രം ദി ഇൻഫെക്റ്റഡ് കൗ ഷെഡ്. ദെൻ പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ്, ദാറ്റ് ഈസ് ബ്രസ്റ്റ് മിൽക്ക് ഓർ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ദെൻ സ്പ്രെഡ് പറയുമ്പം ബ്ലഡ് സ്ട്രീമിലായിരിക്കും സ്പ്രെഡ് ആവുന്നത്. സോ ഇറ്റ് കോസസ് ബാക്ടീരിയമിയ ആൻഡ് അഫക്ട് വേരിയസ് ഓർഗൻസ്. ദെൻ ഓർഗൻ ഇൻവോൾവ് പ്രൈമറി ഇൻഫെക്ഷൻ വരുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലാണ്. ദെൻ അതർ ഓർഗൻസ് മസ്കുലർ സ്കെലിറ്റൽ, ജെനറ്റോ യൂറിനറി സിസ്റ്റം, പ്ലാസെൻറ്റ. ലോക്കൽ ടിഷ്യൂ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻ ഇനീഷ്യലി ഉണ്ടാവും. Then it is replaced by the chronic inflammation. The acute inflammation and neutrophil infiltration replaced by the chronic inflammation causing granuloma formation. Then intracellular survival nerve, they are facultative intracellular pathogens infect macrophage and monocyte. ഇവർ ലൈപ്പോപോളിസാക്കറൈഡ്സ്, അവരുടെ ലൈപ്പോപോളിസാക്കറൈഡ് ആണ് മേജർ വിറുലൻസ് ഫാക്ടർ. ഇതാണ് അവരുടെ സർവൈവലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് CMI മീഡിയേറ്റഡ് ആണ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി മീഡിയേറ്റഡ് ആണ്. ദെൻ TH1 സെൽ നമ്മുടെ ബോഡിയിൽ, then TH1 cells നമ്മുടെ ബോഡി producing, it produces interferon gamma which activate macrophage and thus kill any pathogens. Then antibody plays a minor role. Clinical manifestation എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ട്രയാഡ്സ് ഉണ്ട്. നൈറ്റ് സ്വെറ്റ്, ആർത്രalgia or arthritis, hepatosplenomegaly. then ക്ലാസിക്കൽ സൈൻ എന്ന് പറയുമ്പോൾ ഫൗൾ സ്മെല്ലിംഗ് പെർസ്പിറേഷൻ. then typhoid like illness ഉണ്ടാവും. എൻ്റെ എക്സെപ്ഷൻ ഈ ടൈഫോയിഡുമായിട്ട് ബ്രൂസെല്ലോസിസ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ബിക്കോസ് ഓഫ് അൺഡുലേറ്റിംഗ് പാറ്റേൺ ഓഫ് ഫീവർ, that is why they are called as undulant fever or Malta. രണ്ട് ഫെബ്രൈൽ പീരീഡിൻ്റെ ഇടയ്ക്ക് ഒരു ഫെബ്രൈൽ പീരീഡ് വരും. സോ they are called as Malta fever or Mediterranean fever. Then musculoskeletal symptoms എന്ന് പറയുമ്പോൾ vertebral osteomyelitis, septic arthritis, affect joint. Then other specific symptoms എന്ന് പറയുമ്പോൾ abdominal pain, headache, diarrhea, rash, weakness or fatigue, weight loss, vomiting, cough, pharyngitis and refusal to eat. Then CNS ആണെങ്കിൽ depression or lethargy with meningitis or lymphocytic meningoencephalitis. CVS ആണെങ്കിൽ റെയർ ആയിട്ടുള്ളതായിരിക്കും. ദെൻ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാകും. ജെനറ്റോ യൂറിനറി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അക്യൂട്ട് എപ്പിഡിഡൈമോ ഓർക്കൈറ്റിസ്, പ്രോസ്റ്റൈറ്റിസ്, സാൽപിഞ്ചൈറ്റിസ് ആൻഡ് പൈലോനെഫ്രൈറ്റിസ്. ദെൻ ലബോറട്ടറി മാനിഫെസ്റ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ലബോറട്ടറി ഡയഗ്നോസിസ്, മാനിഫെസ്റ്റേഷൻ അല്ല, ലബോറട്ടറി ഡയഗ്നോസിസ്. സ്പെസിമെൻ കളക്ടഡ് അറ്റ് ബ്ലഡ്, ബോൺ മാരോ, CSF, ജോയിൻറ്റ് ഫ്ലൂയിഡ് ആൻഡ് അതർ ടിഷ്യൂസ്. ബ്ലഡ് കൾച്ചറിന് യൂസ് ചെയ്യുന്നത് കാസ്റ്റനേറ്റ് ബൈഫേസിക് മീഡിയം, അത് ഓൾഡർ ഡേയ്സിൽ യൂസ് ചെയ്തു. ഇപ്പം ഓട്ടോമേറ്റഡ് ടെക്നിക്സ്, ബാക്ടി ആൻഡ് അലേർട്ട്. Then blood agarൽ എന്താ കാണുന്നത്? സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് നോൺ ഹീമോലൈറ്റിക് കോളനീസ്. ദ കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി നോക്കുമ്പോൾ ഗ്രാം നെഗറ്റീവ് സ്മോൾ കോക്കോബാസിലെ നോൺ മോട്ടൈൽ ബൈ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് മാൾട്ടിടോഫ് ആൻഡ് ബിറ്റ്. സിയും ഒയും ഉള്ളതുകൊണ്ട് കാറ്റലേസ് ആൻഡ് ഓക്സിഡേസ് പോസിറ്റീവ്. സിറോളജി നോക്കുമ്പോഴത്തേക്കും സാറ്റ് IgM ഡിറ്റക്ട് ചെയ്യും, അതുപോലെ 2ME സാറ്റ് നിലയിച്ച് IgG ഡിറ്റക്ട് ചെയ്യും. ഈ സാറ്റ് പോസിറ്റീവ് 2ME സാറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അക്യൂട്ട് ആയിരിക്കും. ഈ IgG പ്രസൻ്റ് ആവുന്നത് ക്രോണിക് കേസിലാണ്. സോ 2ME സാറ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ദേ ആർ ഹാവിങ് ക്രോണിക് ബ്രൂസെല്ലോസിസ്. ദെൻ അതർ മെത്തേഡ്സ്, മോളിക്കുലർ മെത്തേഡ്സ് PCR ആണ്. ദെൻ അതർ മെത്തേഡ്സ് എലൈസ, ഡിപ്സ്റ്റിക് ആസിഡ്. നൗ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പ്രിവെൻഷൻ പറയുമ്പോഴത്തേക്കും വാക്സിൻ ഉണ്ട്. ഇൻ ആനിമൽസിലാണെങ്കിൽ B. abortus 19 strain and B. militensis REV1 strain
സ്ട്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത് വാക്സിൻ പ്രിപ്പറേഷന്. ഇൻ ഹ്യൂമനിലാണെങ്കിൽ യൂസ് പാസ്ചറൈസ്ഡ് മിൽക്ക് ആൻഡ് ഓൾസോ നോർമൽ മിൽക്കല്ല, പാസ്ചറൈസ്ഡ് മിൽക്ക് യൂസ് ചെയ്യണം. അതുകൂടാതെ ഒരു വാക്സിൻ ഉണ്ട്, B19BA വാക്സിൻ. ട്രീറ്റ്മെൻറ്റ് ജെൻറ്റാമൈസിൻ പ്ലസ് ഡോക്സിസൈക്ലിൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് സ്ട്രെപ്റ്റോമൈസിൻ പ്ലസ് ജെൻറ്റാമൈസിൻ. ദിസ് ഈസ് അബൌട്ട് ബ്രൂസെല്ലോസിസ്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു subscribe, like and share. Thank you.